അപ്പോ ഇന്നലത്തെ അർജന്റീന അൾജീരിയ മാച്ച് എല്ലാരും കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടവർക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ലയണൽ മെസ്സി കളം നിറഞ്ഞാടി ഹാട്രിക്കും അടിച്ചു. പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ച അതൊന്നുമല്ല. ആ ഒരു മാച്ചിൽ മെസ്സി ചെയ്ത ആ ഒരു ടാക്കിൾ, അതാണ് ഇപ്പോൾ ഇവിടുത്തെ മെയിൻ സീൻ. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ മെസ്സിയുടെ ബൂട്ട് നേരെ അൾജീരിയൻ പ്ലെയറുടെ കാലിലാണ് ചെന്ന് കൊള്ളുന്നത്. ഒരു ഹൈറ്റ് ചാലഞ്ച്. ബ്രസീലിയൻ ലെജൻഡ് മാർസലോ വരെ ഇതിനെതിരെ പ്രതികരിച്ചു കഴിഞ്ഞു. ഇത് മെസ്സി ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. വേറെ ഏതെങ്കിലും പ്ലെയർ ആയിരുന്നെങ്കിൽ അപ്പോൾ തന്നെ സ്ട്രെയിറ്റ് റെഡ് കാർഡ് വാങ്ങി പുറത്തു പോയേനെ എന്നാണ് മാർസലോ പറയുന്നത്. സത്യം പറഞ്ഞ റെഫറി അവിടെ കാണിച്ചത് വലിയൊരു മിസ്റ്റേക്ക് തന്നെയാണ്. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അൾജീരിയക്കെതിരെ മെസ്സിക്ക് റെഡ് കാർഡ് കൊടുക്കാതിരുന്ന ഈ റഫറി 2022 ഫൈനലിൽ മെസ്സിക്ക് അനുകൂലമായി പെനാൽറ്റി കൊടുത്ത അതേ സെയിം റഫറി തന്നെയാണ്. ഇതൊരു ബോളിനായുള്ള ചലഞ്ച് ആയതുകൊണ്ട് റെഡ് കാർഡ് കൊടുത്തില്ലെങ്കിലും ഇനിയും ഒരു യെല്ലോ കാർഡെങ്കിലും മെസ്സിക്ക് കൊടുക്കേണ്ടതായിരുന്നു. എന്നാൽ ആ റഫറി അവിടെ ഒന്നും കണ്ടില്ലെന്ന് നടിച്ചാണ് നിന്നത്. ആ ഫൗളിന് ശേഷമാണ് മെസ്സി ആ മാച്ചിൽ ഹാട്രിക് അടിക്കുന്നത് എന്ന് കൂടി ഓർക്കണം. അപ്പോ മെസ്സി ഫാൻസും ഫുട്ബോൾ പ്രേമികളും പറഞ്ഞു, റഫറി ശരിക്കും മെസ്സിയെ പേടിച്ചിട്ടാണോ കാർഡ് കൊടുക്കാതിരുന്നത്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്?